പ്രിയപ്പെട്ട പ്രേക്ഷകരെ പുകഴ്ത്തി പറയല്ല, നല്ല പുട്ടും കടലയാണ്. നല്ല കുറച്ച് എരിവൊക്കെ ഉണ്ട് കടലയ്ക്ക്. ഞാൻ സാധാരണ കഴിക്കുന്നതിനൊക്കെ കുറച്ച് എരിവുണ്ട്. ചൂട് വെള്ളം കൂടെ ബ്ലോഗർമാർ പറയുമ്പോൾ കഴിച്ചിട്ട് തന്നെ പറയുന്നതാണ്. ഞാൻ ഇത്രയും കഴിച്ചു, ബാക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അതിനിടയിൽ അബ്ദുൾ നാസറിന്റെ ഒരു നല്ലൊരു കമന്റ് വന്നിട്ടുണ്ട്. പ്രസാദേ, റിപ്പോർട്ടർ ഈ മാമാങ്ക നേരിൽ കാണുന്ന ഒരു വൈബുണ്ടാക്കി, ബിഗ് സല്യൂട്ട്. വീണ്ടും ഒരു കുട്ടിക്കാലം വിദേശങ്ങളിൽ നിന്ന് നോക്കിക്കാണാൻ നിങ്ങളൊരിക്കൽ കാഴ്ച വിസ്മയം. പുട്ടും ചനാ മസാലയുമാണ് കലോത്സവത്തിന് വിളമ്പിയത്, അതിന് ടേസ്റ്റ് കൂടുമെന്ന് മുഹമ്മദ് പറയുന്നു. ശരിയാണ്, ചനാ മസാല എന്ന് പറയാം അല്ലേ? അതിന്റെ ഇടക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ പുട്ടിൽ കടലില്ല എന്ന് പറഞ്ഞ എന്റെ വാർത്ത ഉണ്ടാവുന്ന അതാണ്. നീ അറിഞ്ഞോ? അതായത് പ്രസാദിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, കുറച്ച് നേരത്തെ വന്ന കമന്റാ. പ്രസാദ് ഈ പുട്ടിൽ ഉപ്പ് കുറവാണെന്നുള്ള ബ്രേക്കിംഗ് വന്നു. കടലില്ല, കടല കുറവ്, കടലയുടെ എണ്ണം കുറവാണെന്നുള്ള ബ്രേക്കിംഗ്. അപ്പോൾ അങ്ങനെ വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വാർത്തകളും വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ വൈഡ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ റോഷിപാൽ 2 സെറ്റ് പുട്ട് കഴിച്ചു കഴിഞ്ഞു. റോഷിപാൽ ഞാനൊന്ന് മൈക്ക് കൈമാറുവാണ് എനിക്ക് പുട്ടൊന്ന് കഴിക്കാൻ വേണ്ടി. റോഷിപാൽ, കലോത്സവത്തിൽ ഇനിയിപ്പോൾ ഉദ്ഘാടനമൊക്കെ എപ്പോഴാണ്, എങ്ങനെയാണ് പരിപാടികൾ? 10 മണിക്ക് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അതിനു മുമ്പ് ഇപ്പോൾ സമയം ഒന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പതാക 9 മണിയോടെ പതാക ഉയർത്തും. പ്രധാന പതാക കവർ ചെയ്യാനിട്ട് സംഘത്തെ കൊണ്ട് വിടണം. അവിടെ ഒരു സംഘമുണ്ട്, എന്നാൽ ഒന്നിൽ കൂടുതൽ സംഘം ഉണ്ടായ ഒന്ന് കൊഴുക്കും. ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാന്നുള്ള വിവരങ്ങൾ വലുതുണ്ടോ? പരിപാടികൾ എനിക്ക് തോന്നുന്നു ഇടയിൽ നമുക്കൊന്ന് 25 വേദികളുണ്ട് അല്ലേ? 25 വേദികൾ. പക്ഷേ എല്ലാ വേദികളും ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലാണ്. ആസ്വാദകർക്കും മത്സരാർത്ഥികൾക്കുമൊക്കെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഗതാഗത നിയന്ത്രണമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ നല്ല സംഘാടക ഒരുക്കമുണ്ടായിരുന്നു, തയ്യാറെടുപ്പ്. നമ്മൾ പൊതുവെ കോഴിക്കോട്ട്, നമ്മൾ രണ്ടും കോഴിക്കോട്ടുകാരാണല്ലോ. കോഴിക്കോട്ടുകാർ പൊതുവെ പറയാനുള്ളത് കോഴിക്കോട്ടൊരു കലാവിരുന്ന് വന്നാൽ അതിൽ പങ്കാളിത്തം ഭയങ്കരമായിരിക്കും. ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത? ഒരു 9 വർഷം ഇവിടെ കലോത്സവം വന്നിട്ട് തിരുവനന്തപുരത്ത് പങ്കാളിത്തം താരതമ്യേന കുറവായിരിക്കുന്ന അഭിപ്രായമുണ്ട്. കാരണം കോഴിക്കോട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഓർക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ആ പ്രധാന വേദിയിലേക്ക് കടക്കാനും പുറത്തേക്ക് കടക്കാനൊക്കെ ശ്വാസം മുട്ടുന്ന അവസ്ഥയായിരുന്നു. തിരുവനന്തപുരത്തുകാർ തിരുത്തുന്നത് അല്ലേ? ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. ചരിത്രം തിരുത്തുമെന്ന് ഉറപ്പാണ്. തിരുവനന്തപുരത്തുകാർ സ്വീകരിക്കാൻ തീരുന്നത്. കാരണം 9 വർഷം, ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടിനടുത്ത കഴിഞ്ഞിട്ട് ശേഷമാണ് തിരിച്ചെന്നത്. സ്വാഭാവികം അത് സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. തിരുവനന്തപുരത്തുകാരൻ മുഴുവൻ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. ഈ മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനായി എല്ലാവരും എത്തും. അനന്തപൂരമായിരിക്കും. അപ്പോഴേക്കും പുട്ട് കഴിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. പുട്ട് കഴിഞ്ഞോ? പുട്ട് എങ്ങനെയുണ്ട്? നമ്മൾ അങ്ങനെ ചോദിച്ചു വരാം അഭിപ്രായം അല്ലേ? എല്ലാവരോടും ചോദിക്കണ്ടേ? നമുക്ക് പുട്ട് കഴിച്ചു കഴിഞ്ഞു. പുട്ട് ഗംഭീരമായിരുന്നു. പുട്ട് കഴിച്ച ക്ഷീണത്തിൽ നോക്കിയേ, ഇവിടെ അകത്തോട്ടൊന്ന് പിടിക്കുന്നു. ഗംഭീരമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. എല്ലാം ഇവിടെ വെച്ചാൽ മതിയോ? മതി, എല്ലാം ഇവിടെ വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു പുട്ട്? വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതായിരുന്നു കടലക്കറി. അപ്പൊ പുട്ടും കടലയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ അടിപൊളി പുട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. അതുകൊണ്ട് പിന്നെ പുട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. അല്ലെങ്കിലേ പവർ, ഇനി പുട്ടിന്റെ പവറും കൂടിയായി. ഗംഭീരമാണ്. സാധാരണ ഈ വെള്ളക്കടല എനിക്ക് ഇഷ്ടമില്ലാത്ത, പക്ഷേ ഒരു മട്ടൺ സ്റ്റൂ പോലെ ഉണ്ട്. അതെ, ജീരകം ഇല്ലേ, അത് ഇട്ട പുട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ചേട്ടനോ കഴിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് ഒരു സെക്കൻഡ് ക്യാമറ എന്റെ ഇവിടെയുണ്ട്. നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ അരുൺകുമാറിന്റെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ഷിഹാബ് സാറ്. ഡോക്ടർ അരുണിന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചതാണ് കാര്യവട്ടം ക്യാമ്പസിൽ. അപ്പോൾ ഡോക്ടർ അരുൺ സാറിന്റെ ജൂനിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടർ അരുൺ സാറിന്റെ പ്രായമൊക്കെ കറക്റ്റ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. അരുൺ സാർ ചെറിയ പ്രായമല്ലേ, നല്ല ചെറുപ്പക്കാരനല്ലേ? 50 അതുപോലെ തന്നെ 50 അരുൺ സാറിന് ഇല്ല, ഒരിക്കലായിട്ടില്ല. 45-46. അപ്പൊ ഡോക്ടർ അരുണിന്റെ പ്രായം അങ്ങനെ നമ്മൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഡോക്ടർ അരുൺ കണ്ണൂരിൽ ഒരു കല്യാണത്തിന് പോയേക്കോ. പുള്ളി 30 പറഞ്ഞ് നടക്കുന്നത്. അതാ 30-ന്റെ ആള് തന്നെ. 30-ന്റെ ചൊറിയൊറുക്കും ആയതല്ലേ, 30-ന്റെ അഴക്, പക്ഷെ സർട്ടിഫിക്കറ്റ് 46. ചായ വാങ്ങി കൊടുക്കണം, മറക്കരുത്. മുട്ട അടിക്കാത്തോണ്ടാ പ്രായം അറിയുന്നത്. ഷിഹാബ് സാർ മുട്ട അടിക്കാത്തോണ്ടാണ്. അരുൺ സാറിനെ കണ്ടിട്ട് നമ്മളൊക്കെ മുട്ട അടിച്ചു. അരുൺ സാർ അടുത്ത ദിവസം വരും. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് ആ കലോത്സവ വൈബിലേക്ക് നമ്മൾ പോവാണ്. ഭക്ഷണം കഴിച്ചു. ഇനിതാ കൈ ഉടങ്ങിയ കല്യാണം താമസിക്കാറൊന്നുമില്ല, കല്യാണം കഴിച്ചായതുകൊണ്ട്. വാ
ഭക്ഷണത്തെ കുറിച്ചൊരു കാര്യം പറയാം. ആ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാറുണ്ടെങ്കിലും ഇടയ്ക്കയുമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. മാത്രമല്ല ഇത് ഉണ്ടാക്കുന്ന ആളുടെ പേര് പഴയടമെന്നാണെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും പുതിയ ഇടമാണ് എന്ന്. വീണ്ടും വീണ്ടും മാസ് മാസ് തഗ്ഗോട് തഗ്. അപ്പൊ നമുക്ക് കൈ അടിക്കാലോ. മാത്രമല്ല എനിക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചു തരാൻ ഡോക്ടർ അരുൺ എന്നെ പിടിച്ച് റിപ്പോർട്ടിൽ ചേർക്കുമെന്ന് എനിക്ക് ഭയവുമുണ്ട്. കഴിഞ്ഞ 3 മണിക്കൂറിനുള്ളിൽ ഒരു 10 മിനിറ്റ് മിണ്ടാതിരുന്ന നമ്മുടെ സഹോദരൻ. അതെ, ഇവര് പുട്ടോട് പുട്ട്. ഈ കലോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണമായിട്ട് പുട്ട് കൊടുത്തെന്തിനാന്ന് മനസ്സിലായില്ലേ? ഇനി അങ്ങോട്ട് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം തള്ളാനുള്ളതാ. അപ്പൊ അതിന് തള്ളാനുള്ള അത്രേ ഉള്ളൂ. സുനിഷ ചാർജായി. ഇനി ഞങ്ങൾ തള്ളാൻ തയ്യാറാണ്. ഇപ്പൊ കാണുന്ന സുനിഷ എങ്ങനെയെന്നേ ഉള്ളൂ. ഇപ്പൊ എന്താന്ന് 2 കുറ്റി പുട്ട്. അല്ല സുനിഷ ഇന്നാളുണ്ടല്ലോ, സുനിഷ മറ്റേ കുഴിമന്തി വാങ്ങിയിട്ട് കുഴിമന്തി പാക്ക് വാങ്ങി. അത് എല്ലാവരുമായിട്ട് ഷെയർ ഇടാന്നൊക്കെ പറഞ്ഞു. അവസാനം ഷെയർ ഇടാൻ വേണ്ടി ഇവരെല്ലാം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ കുറച്ചെന്തോ ഉണ്ടായിരുന്നു കേട്ടു. ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നിൽക്കാം. കുഴിമന്തിയുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അപ്പൊ നോ കോംപ്രമൈസ്. അപ്പൊ നമുക്ക് കൈ കഴുകിയിട്ട് പിടിച്ചാലോ, അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിയാലോ. ചേച്ചി ഭക്ഷണം ഒരു കലയാണ്. ഭക്ഷണം കലയാണ്. ദാ, കലാപരമായിട്ട് കലാപരമായിട്ട് അവസാനത്തെ ഉരുള. ഷൂട്ടിൽ വന്ന ആളാ. അതെ, കലവറ ഷൂട്ട് ചെയ്യാറെന്ന് പറഞ്ഞതാ. ഇവിടെ പക്ഷേ മൊത്തം പോളിംഗാ. നമ്മുടെ അഷിൻ ഡിയാഗോ പുട്ടടിക്കുന്നു. പുട്ടടിക്കുവാണോടാ അഷിനേന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോ ഇതാണ് ശരിക്കും പുട്ടടിക്കൽ. നമുക്കെന്താ നീങ്ങിയാലോ? റെഡിയല്ലേ?